ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തന്നെ ഒരു 2 ടാങ്ക്, അതായത് ഇതിൻ്റെ കൂടൊപ്പം തന്നെ ഈ ഒരു പുതിയ ടാങ്ക് കൂടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ വെച്ചിരുന്ന പഴയ ടാങ്ക് ഇളക്കി നമ്മൾ ഇങ്ങോട്ട് നീക്കുവാണ്. കാരണം ഇത് നമ്മുടെ റൂഫിങ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഈ നമ്മളിപ്പം വെച്ച ടാങ്ക് ഇരിക്കുന്ന ഭാഗത്താണ് അതിൻ്റെ കൂര വരുന്നത്. അവിടുന്ന് നേരെ ചരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വെക്കുന്ന നേരത്തെ ഇരുന്ന ആ ടാങ്കിൻ്റെ ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ ചരിവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഈ സൈഡിലോട്ട് നമ്മളിങ്ങനെ നീക്കി വെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വീണ്ടും നമ്മളൊരു ടാങ്കും കൂടെ ഇതിനോടൊപ്പം വെക്കും. കാരണം വെള്ളത്തിന് ചിലവ് കൂടുതലായതുകൊണ്ട് വീണ്ടും ഒരു ടാങ്കും കൂടെ ഇതിനോടൊപ്പം തന്നെ അവർ കൊണ്ടുവന്നു. നമ്മളത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 500-ന്റെ 2 ടാങ്കുകളാണ്, പഴയതും അതുപോലെ പുതിയതും. അതുപോലെ ഇതിൻ്റെ ലൈനുകൾ വന്ന് നിൽക്കുന്നത് കയറുന്നത് 1 ഇഞ്ചും അതേപോലെ പോകുന്നത് 1.25-മാണ്. അങ്ങനെ നമ്മൾ ടാങ്ക് കണക്ടറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് വെച്ചേക്കുന്ന 1 ഇഞ്ചാണ് ടാങ്ക് കണക്ടർ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി കളയാനൊക്കെ വേണ്ടിയിട്ടാണ്. അതേപോലെ 2 ടാങ്കുകളും ലിങ്ക് ചെയ്തേക്കുന്ന 2 ഇഞ്ചിൻ്റെയാണ്. അതേപോലെ ഔട്ട് ഇറങ്ങി പോകുന്നത് പഴയ 1.25 തന്നെയാണ് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഔട്ട് പോകുന്നത് ഈ 1.25. അതേപോലെ ഈ 2 ടാങ്കുകൾ തമ്മിൽ ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ചുമാണ് ടാങ്ക് കണക്ടർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ FT ഇടാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ 2 ടാങ്കുകളും കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ. 2 ഇഞ്ചിൻ്റെ അതേപോലെ ഒരു വാൽവ് നമ്മൾ ഇതിനോടൊപ്പം ചെന്ന് ചേർത്തുണ്ട്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 2 ടാങ്കുകൾ തമ്മിൽ ഇതുപോലെ കണക്ട് ചെയ്യാൻ നേരത്ത് എപ്പോഴും വലിയ പൈപ്പുകൾ തന്നെ കണക്ട് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടാങ്ക് പെട്ടെന്ന് ഓവർഫ്ലോ ആയിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വലിയ പൈപ്പുകൾ തന്നെ ഇതേപോലെ 2 ടാങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ 2 ഇഞ്ച് പൈപ്പ് ഇവിടെ കൊടുത്തിട്ട് അതിന് സെൻട്രൽ തന്നെ നമ്മളൊരു ചെറിയൊരു എയറും വെച്ച് കൊടുക്കുക. കാരണം 2 എയർ ഫില്ലിങ്ങിനും വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഴയ ലൈനുകൾ തിരിച്ച് നമുക്ക് ഇറക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തു. കാരണം ഇതിൻ്റെ മണ്ടയിൽ കൂടെ അവിടെ ഒരു കട്ട് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയിൽ ഒരു ത്രാമ്പ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ കട്ട് ചെയ്ത് നമ്മൾ താഴെ ഇറക്കി നേരെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഫ്ലോ വെച്ചേക്കുന്നത്, ഓവർഫ്ലോ വെക്കുന്നത് ഇവിടെയാണ്. അതേപോലെ 1 ഇഞ്ച് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരും. അതായത് മോട്ടറിൻ്റെ കണക്ഷനാണ്. മോട്ടർ ഓണാക്കുമ്പോൾ ഡയറക്റ്റ് വരാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ ഇപ്പോൾ 1 ഇഞ്ചാണ് ഒട്ടിക്കാൻ പോകുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ 1.25-ലാണ് ഔട്ട് ഇറങ്ങി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറ്റി വെച്ചേക്കുന്നത് നമുക്ക് ഓവർഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ്. മാക്സിമം വെള്ളം ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ഓവർഫ്ലോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. മാക്സിമം നമുക്ക് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ രീതിയിലേ നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. കണ്ടില്ലേ, അവിടെ എല്ലാം ട്യൂബ് അടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, തൂണുകളാണത്. ഇവിടെ നിന്ന് ഇങ്ങനെ ചരിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടാണ് താത്തിറക്കി ഇട്ടേക്കുന്നത്. അതേപോലെ നമ്മളിപ്പോൾ മോട്ടറിൻ്റെ കണക്ഷൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം കയറാൻ വേണ്ടിയിട്ട് കണക്ഷൻ കൊടുത്തുകൊണ്ട് ഇത് കണ്ടില്ലേ, ഈ ത്ലാം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതിൻ്റെ പേരിലാണ് നമ്മളത് പൊട്ടിച്ച് അതിൻ്റെ താഴെയാക്കിയത്. അങ്ങനെ നേരെ ഡയറക്റ്റ് ആക്കി അതേപോലെ ഓവർഫ്ലോയും കൊടുത്തു, നേരെ എയറും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം വരുന്നുണ്ടല്ലേ, നല്ല ഫോഴ്സിൽ തന്നെയാണ്. 2 ഇഞ്ച് പൈപ്പ് ആയതുകൊണ്ടാണ് അത്രയും കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ അവിടെ വീഴുന്ന അതേ അളവിന് തന്നെ ഇപ്പുറത്തും ഫില്ലാവുന്നത്. മാക്സിമം ഫില്ലാവുന്ന രീതിയിലാണ് നമ്മൾ ഓവർഫ്ലോ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഇനി അത് നിറഞ്ഞു വന്നാൽ മാത്രമേ നമ്മൾ ചെയ്തത് കറക്റ്റ് ആവുമോ എന്ന് നമുക്ക് നോക്കാൻ പറ്റൂ. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഫില്ലാവും, ഒരെണ്ണം കുറച്ചും കൂടെ കുറഞ്ഞേ കിട്ടും. കാരണം 2 ടാങ്കുകൾ തമ്മിൽ ഹൈറ്റിന് ഒരു വ്യത്യാസമുണ്ട്. 500 ആണെങ്കിൽ പോലും ഹൈറ്റിന് വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, നമ്മൾ പമ്പ് ഓണാക്കി നമ്മൾ വെള്ളം വീഴുന്നുണ്ട്. ഇതേ ലെവലിൽ തന്നെയാണ് അപ്പുറത്തും വെള്ളം ഫില്ലാവുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പറ്റുന്ന രീതിയിൽ ടാങ്കും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അകം ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടും കണക്ട് ചെയ്തു. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് വീണ്ടും പറയുന്നത്, ഇത് 2 ടാങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ച്, അതായത് വലിയ പൈപ്പുകൾ തന്നെ രണ്ടും കൂടെ ഫില്ല് ചെയ്യുന്നിടത്ത് വെക്കണം. നമ്മളിപ്പോൾ വെച്ചതിൻ്റെ കൂടെ 2 ഇഞ്ച് പൈപ്പ് തന്നെ വെക്കാൻ ശ്രമിക്കണം. 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.25 1.5 ഇഞ്ചോ വെക്കരുത്. 2 ഇഞ്ച് തന്നെ മാക്സിമം വെക്കണം. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വാൽവ് വെച്ചത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വാൽവും വെച്ച് കൊടുത്തത്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു. അതേപോലെ ഓവർഫ്ലോയും നമ്മൾ ഓവർഫ്ലോയും നമ്മൾ 1 ഇഞ്ച് പൈപ്പ് തന്നെ നേരെ വന്ന് നമ്മൾ ഔട്ട് ഇറക്കി. ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്. വെള്ളം ഓവർഫ്ലോ ആയിട്ട് വീഴുന്നുണ്ടല്ലേ, നിറഞ്ഞ് ടാങ്ക് നിറഞ്ഞു, വെള്ളം പോകുന്നുണ്ട്. നമുക്കിനി വെള്ളത്തിൻ്റെ ലെവൽ നോക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിലും ഫില്ലായി. കണ്ടല്ലേ, ടാങ്ക് നിറഞ്ഞ് മാക്സിമം അതിൻ്റെ ഡോറ്, അതായത് അടപ്പിൻ്റെ തൊട്ട് മുകളിൽ വരെ എത്താറായി. ആ രീതിയിലാണ് ടാങ്ക് നമ്മൾ വെച്ചേക്കുന്നത്. ഇവിടെയും അത് തന്നെ 2 രീതിയിൽ 2 ടാങ്കുകളും തുല്യമായിട്ട് വെള്ളം ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വെച്ചത്. ആദ്യം നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം അങ്ങനെ വരുമോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നോക്കിയതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് താക്കണമായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. ഇതേപോലെ രണ്ടും ഒരേ രീതിയിൽ തന്നെ ഫില്ലാവുന്ന രീതിയിൽ തന്നെ വേണം 2 ടാങ്കുകൾ കണക്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം വെള്ളം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടാങ്കിൽ കൂടുതലും ഒരു ടാങ്കിൽ കുറച്ചും എന്നുള്ള രീതിയിൽ വരും. ഹൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ട് അങ്ങനെ വരും. അതുകൊണ്ട് നമ്മളിവിടെ മാക്സിമമാണ് വെച്ചേക്കുന്നത്. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.